രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് കുട്ടികളെ മടിയിൽ ഇങ്ങനെ കിടത്തി തലയിൽ ഇങ്ങനെ പതുക്കെ മസാജ് ചെയ്തിട്ട് മുത്തശ്ശി ഒരു കഥ പറഞ്ഞു തരൂല്ലേ? ആ കഥയ്ക്ക് നെയ്യപ്പത്തിന്റെ രുചിയാണ് അല്ലേ? ഒരുപാട് മധുരമാണ് ആ കഥയ്ക്കൊക്കെ. അങ്കണത്തൈ മാവിൽ നിന്നാദ്യത്തെ പഴം വീഴേ, അമ്മ തന്നെ ത്രത്തിൽ നിന്നുതിർന്നു ചുടുകണ്ണേ. 4 മാസത്തിൻ മുൻപേ േറെ നാൾ കുതിച്ചിട്ടി ബാലമാകന്ധം പൂവിട്ടുണ്ണികൾ വിരിയവേ. അമ്മ തൻ മണിക്കുട്ടൻ പൂത്തിരി കത്തിച്ചപ്പോൾ അമ്മലർ ചെണ്ടൊന്നോടി ചഹദിച്ചടുത്തെത്തി. ചുടിച്ചു മാതാവപ്പോൾ ഉണ്ണികൾ വിരിഞ്ഞപ്പോൾ ഓടിച്ചു കളഞ്ഞില്ലേ കുസൃതി കുരുന്നേനെ. മകനി വീഴും നേരം ഓടിച്ചെന്നെടുക്കേണ്ടോൻ പൂങ്കുല തല്ലുന്നത് തല്ലുകൊള്ളാഞ്ഞിട്ടല്ലേ. പൈതലിൻ ഭാവം മാറി വദനാംബുജം വാടി കൈതവം കാണാ കണ്ണു കണ്ണുനീർ തടാകമായി. മകനി പെറുക്കുവാൻ ഞാൻ വരുന്നില്ലെന്നവൻ മാൻകഴും മലർക്കുല എറിഞ്ഞു വെറും മണ്ണിൽ. വാക്കുകൾ കൂട്ടിച്ചൊല്ലാൻ വയ്യാത്ത കിടാങ്ങളെ ദീർഘദർശനം ചെയ്യും ദൈവജ്ഞരല്ലോ നിങ്ങൾ. വൈലപ്പള്ളി ശ്രീധരമേനോന്റെ കവിതയെ ഓർമ്മിപ്പിക്കുന്ന പോലെ ഭംഗിയുള്ള ഒരു മാവ്. കുട്ടിക്കാലത്ത് സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ മലയാളം പീരീഡ് എനിക്ക് ഏറെ ഇഷ്ടപ്പെട്ട പീരീഡ് തന്നെയായിരുന്നു. കൃത്യമായിട്ട് ഏത് ക്ലാസ്സിലാണെന്ന് ഓർക്കുന്നില്ല. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ടീച്ചർ ഈ മാമ്പഴം കവിതയെക്കുറിച്ച് പഠിപ്പിച്ചു തന്നത്. ടീച്ചർ പറഞ്ഞ ആ ഒരു കഥയിൽ തന്നെ നമ്മുടെ ഭാവനയിലുണ്ടായിരുന്ന ഒരു വീട് ഇങ്ങനത്തെ ആയിരുന്നു. സുന്ദരമായൊരു ഓടിട്ട വീട്, അവിടെ ഓടിക്കളിക്കുന്ന ഒരു ചെറിയ കുട്ടി, ആ കുറുമ്പന്റെ പിന്നാലെ ഓടുന്ന ഒരു അമ്മ, തൊട്ടു മുന്നിലുള്ള ആ ഒരു മാവില് നിറയെ പൂക്കൾ ഉണ്ടായപ്പോ ആ പൂക്കളെല്ലാം തല്ലിക്കെടുത്താനായിട്ട് ആ കുറുമ്പൻ ഓടി നടക്കുകയാണ്. അമ്മ ആ കുറുമ്പൻ ചെക്കനെ വിളിച്ചിട്ട് നല്ല പോലെ ശകാരിക്കുന്നുണ്ട്, അടിക്കുന്നുണ്ട്. എന്തിനാണ് ഉണ്ണി ആ മാവിലെ പൂക്കളെല്ലാം നീ തല്ലിക്കെടുത്തുന്നേ? നാളെ അത് മാമ്പഴം ആവാനുള്ളതല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷേ കുറച്ച് നാളുകൾക്ക് ശേഷം മാവില് മൊത്തം മാമ്പഴം ഉണ്ടായപ്പോ ഉണ്ണി ഇല്ല അമ്മയുടെ കൂടെ. അത് ആ മലയാളം ടീച്ചർ പഠിപ്പിച്ചപ്പോ കുട്ടിയായിരുന്ന എൻ്റെ കണ്ണൊരുപാട് നിറഞ്ഞിട്ടുണ്ട്. ഇന്ന് യാദർശികമായിട്ടാണ് അമ്മാടത്ത് ഈ വഴി കൂടെ പോയപ്പോൾ ഇങ്ങനെ ഒരു വീട് കാണാനിടയായത്. എത്രയോ കുട്ടികൾ ഓടിക്കളിച്ച വീടായിരിക്കും. അമ്മയുടെ കയ്യിൽ നിന്ന് തല്ലുകൊണ്ടിട്ടുള്ള ഒരു മുറ്റായിരിക്കും. ഈ മാവിൻ്റെ തുമ്പത്ത് ഒരു ഊഞ്ഞാല് കെട്ടി എത്രയോ കുട്ടികൾ ഇവിടെ ആടിയിട്ടുണ്ടായിരിക്കും. ഇന്നിപ്പോൾ ഇത്തരം വീടുകളൊന്നും ആർക്കും വേണ്ട. ഏതാണ്ട് ഒരു പഴമയുടെ മാക്സിമത്തിലെത്തിയിട്ട് ഇവിടെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ നോക്കൂ, എല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുകയാണ്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പുള്ള വെക്കേഷൻ സമയത്തൊക്കെ എത്രയോ പേര് ഓടിക്കളിച്ച ഒരു വീടായിരിക്കും ഇത്. ഇപ്പോൾ സിനിമകളിലും കഥകളിലും മാത്രമായിട്ട് ഒതുങ്ങുകയാണ് ഇത്തരത്തിലുള്ള വീടുകളൊക്കെ. ഒരു കുഞ്ഞ് മുത്തശ്ശി കഥ കൂടി പറയാൻ തോന്നുകയാണ് എനിക്കിവിടെ എത്തിയപ്പോൾ. പണ്ട് ഒരു മുത്തശ്ശി ഉണ്ടായിരുന്നു. മുത്തശ്ശി നല്ല കർക്കശക്കാരിയായിരുന്നു. മുത്തശ്ശിക്ക് വീടിൻ്റെ മുറ്റവും ഉമറവും ഒക്കെ വൃത്തിയായി കിടക്കണമെന്ന് ഭയങ്കര ഷാഠ്യമായിരുന്നു. രാവിലെ നേരത്തെ ഉറങ്ങി എഴുന്നേറ്റിട്ട് മുത്തശ്ശി വീടിൻ്റെ ചുറ്റും അടിച്ചു വാരി വൃത്തിയാക്കി ഇടുമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ വീടിൻ്റെ ചുറ്റും ഭംഗിയായി നോക്കിയിരുന്ന മുത്തശ്ശിക്ക് അവിടെയുള്ള പൂക്കളോടും പൂമ്പാറ്റകളോടും കിളികളോടും ഒക്കെ ഒത്തിരി ഇഷ്ടമായിരുന്നു.
വാ നമുക്കൊന്ന് പുറകിലോട്ട് പോയാലോ. അങ്ങനെ ഇരിക്കേ വീടിന്റെ ഉമ്മറത്ത് ബഹളം ഉണ്ടാക്കാൻ വരുന്ന കാക്കകളോട് മുത്തശ്ശിക്ക് എന്നും പരാതിയായിരുന്നു. എന്താടാ ഇവിടെ വന്ന് ബഹളം ഉണ്ടാക്കുന്നേ എന്ന് പറഞ്ഞ് അവിടെയുള്ള കാക്കകളെ മുഴുവൻ മുത്തശ്ശി ഓടിപ്പായക്കുമായിരുന്നു. അങ്ങനെ ഇരിക്കും ഒരു ദിവസം മുത്തശ്ശിക്ക് വയ്യാതായി. മുത്തശ്ശി കിടപ്പിലായപ്പോഴോ ഇതുപോലെ ഒരു ജനലിലൂടെ മുത്തശ്ശി തുറന്നു നോക്കുമ്പോ വീടിന്റെ ഉമ്മറം മുഴുവൻ വൃത്തികേടായി കിടക്കുന്നു. ഈശ്വരാ, ഞാൻ ഇതൊക്കെ ഇനി എങ്ങനെ വൃത്തിയാക്കും, എനിക്ക് ഇവിടെ നിന്ന് എഴുന്നേൽക്കാൻ വയ്യല്ലോ എന്ന് പറഞ്ഞ് മുത്തശ്ശി സങ്കടപ്പെടാൻ തുടങ്ങി. ഇതെല്ലാം മരക്കൊമ്പിലിരുന്ന് കാക്കകൾ കാണുന്നുണ്ടായിരുന്നു. കാക്കകൾ ആലോചിച്ചു, പാവം മുത്തശ്ശി കുറച്ചു ദിവസമായി പുറത്തേക്ക് കാണുന്നേ ഇല്ലല്ലോ, മുത്തശ്ശിക്ക് ഇത് എന്തു പറ്റി, നമുക്ക് ഇവിടെ മുഴുവൻ വൃത്തിയാക്കിയാലോ. കാക്കകളെല്ലാം കൂടി കൂട്ടത്തോടെ വന്ന് ചുറ്റുപാടും മുഴുവൻ വൃത്തിയാക്കി. ഇതെല്ലാം ആ ജനലിലൂടെ മുത്തശ്ശി ഇരുന്ന് കാണുന്നുണ്ടായിരുന്നു. മുത്തശ്ശി ഓർത്തു, പാവം കാക്കകൾ, ഇവരെയാണോ ഞാൻ ഇത്രയും ദിവസം ചീത്ത വിളിച്ചു പറഞ്ഞത് എന്ന്. ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലായി കൂട്ടുകാരെ? ആരെയും നമ്മൾ വില കുറച്ച് കാണരുത്. സാധാരണഗതിയിൽ നമ്മൾ ചില മൃഗങ്ങളോടും പക്ഷികളോടും മാത്രം നന്ദിയില്ലാത്തവരായി പെരുമാറാറുണ്ട്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ചൂടുകാലം വന്നപ്പോൾ നമ്മളെല്ലാവരും പൂച്ചക്കുട്ടന്മാരെയൊക്കെ തിരിച്ചു വിളിച്ചു. കാരണം എന്താ? ചൂട് വന്നപ്പോൾ നമ്മുടെ വീടിന്റെ ചുറ്റും പാമ്പുകളെല്ലാം പുറത്തോട്ട് വന്നുല്ലേ. ഈ പാമ്പുകളെ ഓടിപ്പിക്കാൻ ഏറ്റവും എളുപ്പം എന്താ? പൂച്ചകളെയാണ്. സാധാരണ വീട്ടില് മീൻ നന്നാക്കണ സമയമൊക്കെ വരുമ്പോൾ പൂച്ചകളെ മുഴുവൻ ഓടിപ്പിക്കുന്ന നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പൂച്ചകളെല്ലാം തിരിച്ചു വിളിച്ചു. അതുപോലെയാണ് നമ്മുടെ ചുറ്റുപാടുമുള്ള എല്ലാ പക്ഷി മൃഗാദികളെയും ചുറ്റുമുള്ള എല്ലാ മനുഷ്യന്മാരിലും നന്മ കണ്ട് ജീവിക്കുമ്പോഴാണ് നമ്മളെല്ലാം നല്ല കുട്ടികളായി മാറുന്നത്. ഇത്രയും തിരക്കുള്ള ഒരു വഴിയിൽ ഇങ്ങനെ ഒരു പഴയകാല വീടൊന്നും ഞാനൊട്ടും സങ്കല്പിച്ചിട്ടില്ല കേട്ടോ. അമ്മാടത്ത് ഇത്രയും തിരക്കേറിയ വഴിയിൽ നമ്മൾ മനസ്സിൽ സങ്കല്പിച്ച പോലൊരു വീട്. ഇപ്പൊ ഞാൻ സത്യം പറഞ്ഞ പഴയ മുത്തശ്ശി കഥകളും കുട്ടിക്കഥകളും ഒക്കെ തപ്പിയെടുക്കുന്ന തിരക്കിലാണ്. മുത്തശ്ശിയും നെയ്യപ്പം ചുട്ട കഥയൊക്കെ കുട്ടിക്കാലത്ത് നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ടെങ്കിലും വീണ്ടും വീണ്ടും കേൾക്കാൻ നമുക്ക് ഒരുപാട് കൊതി തോന്നും അല്ലേ. മുത്തശ്ശിക്ക് ഒരു പ്രത്യേകതയുണ്ട്. മുത്തശ്ശി എപ്പോഴും കഥ പറഞ്ഞാലും ഒരേ കഥയായിരിക്കും റിപ്പീറ്റ് ചെയ്യുന്നുണ്ടാവുക. പക്ഷെ ആ കഥകൾ എത്ര കേട്ടാലും നമുക്ക് മതി വരാറില്ല. രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് കുട്ടികളെ മടിയിൽ ഇങ്ങനെ കിടത്തി തലയിൽ ഇങ്ങനെ പതുക്കെ മസാജ് ചെയ്തിട്ട് മുത്തശ്ശി ഒരു കഥ പറഞ്ഞു തരൂല്ലേ. ആ കഥയ്ക്ക് നെയ്യപ്പത്തിന്റെ രുചിയാണ് അല്ലേ. ഒരുപാട് മധുരമാണ് ആ കഥയ്ക്കൊക്കെ. ഇന്ന് മിക്ക വീടുകളിൽ നിന്നും മുത്തശ്ശിമാരൊക്കെ പോയി എങ്കിലും ആ ഒരു നൊസ്റ്റാൾജിയയും ആ ഗൃഹാതുരത്വവും ഒക്കെ ഇന്നും നമ്മുടെയൊക്കെ മനസ്സിലുണ്ട്. അപ്പൊ ഇനി പുതിയൊരു എപ്പിസോഡുമായി പുതിയൊരു കഥയുമായി കാണാം. അതുവരേക്കും ബൈ.